ജനങ്ങളെ കൊണ്ട് ഭൂമിയിൽ നിറഞ്ഞിട്ട് തിന്നാൻ ഭക്ഷണം ഉണ്ടാവില്ല. ഈ കാണുന്ന വയലും പാടം തന്നെയല്ലേ ഉള്ളൂ ഇപ്പോഴുള്ള ആൾക്കാർക്ക് തിന്നാനുള്ള ഭക്ഷണം. ഇനിയിപ്പോൾ ഈ ജനസംഖ്യയിൽ ഡബിളായി കഴിഞ്ഞാൽ 6 ബില്യൺ 7 ബില്യൺ ആളുകൾ ഭൂമുഖത്ത് ജീവിച്ചാൽ ഇവിടെ ഭക്ഷണത്തിന് വകണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ വരികയാണ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ വിസ്ഫോടനം. അതൊക്കെ അള്ളാഹു തിരുത്തിയില്ലേ? അത്രക്ക് ഏറെ ഭക്ഷണമല്ലേ ഇപ്പോൾ എല്ലായിടത്തും ഭക്ഷണം കൂടിയേക്കല്ലേ? അള്ളാഹുവിൻ്റെ റിസ്ക് അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ചു എല്ലാവരും ആളെണ്ണം കൂടിയ ഭക്ഷണം ഉണ്ടാവില്ല. നാളെണ്ണം എത്ര റെസ്റ്റോറൻറ്റും എത്രയാ ഭക്ഷണങ്ങൾ. പക്ഷേ ചില നാടുകൾക്ക് അത് കിട്ടുന്നില്ല. ആ ഭക്ഷണം ഭൂമിയിൽ അത് ഇറക്കിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കേണ്ടവർ കൊടുക്കാതെ പിടിച്ചു വെച്ചതുകൊണ്ട് അലി തങ്ങൾ അത് വിശദമായി പറഞ്ഞു. ഭൂമിയിൽ ഒരാളും പട്ടിണി കിടന്ന് മരിക്കണില്ല. അവർക്ക് പട്ടിണിയില്ലാതെ കഴിയാനുള്ള ഭക്ഷണം അള്ള ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. മനുഷ്യനോട് ചെയ്യേണ്ട മര്യാദ ചെയ്യാത്തതിൻ്റെ പേരിൽ, ആളുകൾ ഭക്ഷണം കുമിഞ്ഞുകൂട്ടുന്നതിൻ്റെ പേരിൽ, അവരെ സ്വന്തമാക്കി വെക്കുന്നതിൻ്റെ പേരിൽ, ജനങ്ങൾക്ക് കൊടുക്കാത്തതിൻ്റെ പേരിൽ, ദാനം ചെയ്യാത്തതിൻ്റെ പേരിൽ, സഹായിക്കാത്തതിൻ്റെ പേരിലാണ് അവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നത്. ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ല. ഭക്ഷണം ഓരോ മനുഷ്യനും ആവശ്യമായത് റബ്ബ് തആല ഇറക്കിയിട്ടുണ്ട്. അതിതാ ലോകത്ത് എല്ലാവരും സോഷ്യോളജിസ്റ്റുകളൊക്കെ അംഗീകരിക്കുമല്ലോ. ഭക്ഷണം അവൈലബിൾ ആണ്. പക്ഷെ ചിലയിടത്ത് ധൂർത്താ നടക്കുന്നത്, ചിലയിടത്ത് ദാരിദ്ര്യമാണ്. ഈ ധൂർത്ത് ചെയ്യുന്നത് ദാരിദ്ര്യമുള്ള നാട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ധാരാളമാണത്, പക്ഷെ ചെയ്യുന്നില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. തങ്ങൾ പറഞ്ഞു മാ അർസൽതു ഇലൈക്കും തുആമാ. റസൂലുള്ളാഹി തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അവരൊക്കെ അത്ഭുതപ്പെട്ടു. നബിയേ, ഞങ്ങളുടെ കൂട്ടുകാരൻ അങ്ങയുടെ അധികത്തേക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ, ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ വന്ന് പറഞ്ഞില്ലേ? തങ്ങൾ പറഞ്ഞു ഇല്ലല്ലോ. അപ്പൊ പിന്നെ എവിടെന്നാ ഭക്ഷണം വന്നത്? തങ്ങൾ പറഞ്ഞു ഞാൻ കൊടുത്തയച്ചതല്ല. ഫഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ദാക ശൈഉൻ റസഖകുമൂഹു അല്ലാഹു തആല, അല്ലാഹു നിങ്ങൾക്ക് തന്ന ഭക്ഷണമാണത്. അല്ലാഹ് ആരെക്കൊണ്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ്. ആ വന്ന 2 ചെറുപ്പക്കാർ ഒരുപക്ഷെ അല്ലാഹുവിന്റെ മലക്കുകളായിരിക്കാം, മനുഷ്യരൂപത്തിൽ വന്നത്. അല്ലാഹ് നിങ്ങൾക്ക് തന്നു. എന്തേ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ആ ഒരു ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി നഷ്ടപ്പെട്ട മനുഷ്യൻ കരയരുത്. കച്ചവടം നഷ്ടമായി, പൈസ നഷ്ടമായി, എൻ്റെ റിസ്ക് പോയല്ലോ എന്ന് പറയല്ലേ. അള്ളാഹ് കണക്കാക്കിയത് അവിടെ സംഭവിച്ചു. പാഠം പഠിക്കേണ്ടത് പഠിക്കണം, ശരിയാണ്, തെറ്റുകൾ തിരുത്തണം. പക്ഷേ എൻ്റെ റിസ്ക് അവിടെ അവസാനിച്ചു എന്ന് പറയരുത്. അള്ളാഹു നിങ്ങളുടെ റിസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. നിങ്ങൾക്ക് വേണ്ട ജോലിയും നിങ്ങൾക്ക് വേണ്ട കച്ചവടവും നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും അള്ളാഹുവിൻ്റെ ഖജനാവിലുണ്ട്. ഒരു കമ്പനിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വിചാരിക്കുക, അടുത്ത കമ്പനി നിങ്ങളെ തുറന്ന് കാത്തിരിക്കുന്നുണ്ട്. ഗൾഫിൽ പണി പോയി, നാട്ടിൽ പണി ഉണ്ടാവും. നാട്ടിൽ പണി പോയി, ഗൾഫിൽ പണി ഉണ്ടാവും. വേറെ എവിടെയെങ്കിലും കാണും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അള്ളാഹുവിൻ്റെ തർത്തീബ്. ഇത് മുഅ്മിനായ മനുഷ്യൻ്റെ ഖൽബിൽ വേണം. അല്ലാത്തൊരു പേടിക്കും. പഠിച്ചോനെ എനിക്ക് പെൻഷൻ ആവാനായി, എന്തായിരിക്കും എൻ്റെ പെൻഷൻ കാലാവസ്ഥ? നമ്മളല്ലതും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അപ്പം കാണാമെന്നല്ലാണ്ട് എന്തേ? അള്ളാഹുലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം അള്ളാഹു ഒരു വഴി കണ്ടിട്ടുണ്ടാവും. മക്കളെ കാത്തിരിക്കേണ്ട, മക്കളിലൂടെ നമുക്ക് ആശ്വാസം കിട്ടും എന്നും വിചാരിക്കേണ്ട. തവക്കുൽ മക്കളുടെ മേലല്ല, തവക്കുൽ ആരുടെ മേലാണ്? അള്ളാഹുവിൻ്റെ മേലാണ് തവക്കുലാക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ടിൻ്റെ മേലല്ല തവക്കുലാക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് തീർന്നാൽ പിന്നെ ഇവരുടെ വയറിന് കത്തിക്കാളൽ വരും. എന്തേ? ആകെ തവക്കുലാക്കിയത് ബാങ്കിലാണ്, അത് വയസ്സ് പോയല്ലോ എന്ന് പറയും. തവക്കുൽ അള്ളാഹുവിൻ്റെ മീതെയാണ്. പടച്ചവനെ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ ഞാൻ. ഇത് ഖൽബ് കൊണ്ട് നിങ്ങൾ ചെയ്യും. ഞാൻ ഈ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ലേ, നിങ്ങൾ വെറുതെ കേട്ടു പോയിട്ടും കാര്യമില്ല, വേസ്റ്റ് ആക്കേണ്ട ഈ ടൈം. ഖൽബ് കൊണ്ട് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ അത്ഭുതം കണ്ണിൽ നിങ്ങൾ കാണും, നിങ്ങൾ കണ്ടിരിക്കും. അത് ദുന്യാവെന്ന് അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴും അനുഭവിക്കാൻ നേരം ഉണ്ടാവാം. മരിക്കേണ്ടുമെങ്കിൽ അറിയണ്ടേ അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് റബ്ബൻ്റെ കാര്യം. ആർക്കെങ്കിലും അങ്ങനെ അനുഭവമുള്ളവരെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ കുടുങ്ങിയിട്ട് പ്രയാസപ്പെട്ടിട്ട് നിങ്ങളറിയാത്ത വഴിയിലൂടെ അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ പരിഹാരം എത്തിച്ചു തന്നു. അല്ലെങ്കിൽ ഡോക്ടർ മടക്കി വിട്ട് രോഗം ശിഫയാവില്ല, നിങ്ങൾ പോയി ദുആ ചെയ്തു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു മഹാന്റെ സാന്നിധ്യത്തിൽ, ഒരു ഹദറത്തിൽ, ഒരു മഖാമിൽ നിന്നുകൊണ്ട് ദുആ ചെയ്തു, അള്ളാഹു അത് സ്വീകരിച്ചു. അനുഭവമുള്ളവരൊന്ന് കൈവയ്ക്കട്ടെ. മാഷാ അല്ലാഹ്, കണ്ടോ? അൽഹംദുലില്ലാഹ്. നമുക്കത് ഈമാനോട് കൂടും, ഈമാൻ വർദ്ധിക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ വിചാരിക്കേണ്ട അല്ല ഉണ്ടോന്ന്. ഇസ്ലാമിന് പുറത്തു പോകും. അള്ളാഹു ഒരു ആക്സിഡന്റ് ഉണ്ടായി,
ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ മരിച്ചുപോയി, ചിലപ്പം വളരെ ഫേറ്റൽ ആക്സിഡന്റ്, ഒരു മാരകമായ മുറിവുകളേറ്റു എന്ന് വന്നേക്കാം. അള്ളാഹുവിൻ്റെ ഒരു ഹുക്കുമും ഒരു ഖലാഉം അവിടെ സംഭവിച്ചു. അപ്പുറത്തെ ആൾ വണ്ടി ഓടിച്ചത് കള്ളുടിച്ചിട്ടായിരിക്കും, മയക്കുമരുന്ന് അടിച്ചിട്ടായിരിക്കും, അത് വേറെ വിഷയം. അള്ളാഹുവിൻ്റെ ഖലാഅ് നിങ്ങളിൽ സംഭവിച്ചതാണ്. ഈ മതിൽ മന്ദിര കുട്ടിനെ തള്ളിയിട്ടൊരു കുട്ടി മരിച്ചു, അതൊരു മരണമാണ്. കുട്ടി സ്വന്തമായി വീടിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു, അതും ഒരു മരണമാണ്. വണ്ടി ഇടിച്ചു മരിച്ചു, അതും മരണമാണ്. ഇവിടൊക്കെ മരിപ്പിച്ചതാരാ? അള്ളാഹുവാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? വണ്ടി ഇടിച്ചു വന്നാൽ പിന്നെ ഡ്രൈവർ തച്ചു കൊല്ലുക, മതിൽ വന്ന് കുട്ടി ചാടി വീണതാണെങ്കിൽ പിന്നെ നിറവിച്ചു പോവുക, പിന്നെ കരയാനല്ലേ പറ്റുള്ളൂ. അത് പിന്നെ ആരും കുറ്റം പറയാൻ വയ്യല്ലോ. രണ്ട് സ്ഥലത്തും മരിപ്പിച്ചതാരാണ്? അള്ളാഹുവാണ്. ഒരിടത്ത് നിങ്ങൾക്ക് കാരണം കാണാൻ പറ്റും, വണ്ടി ഇടിച്ചതാണ്. പക്ഷെ മരണം നടത്തിയത് ആ ഡ്രൈവറാണോ? അല്ല, അത് അള്ളാഹുവാണ്. നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഈമാൻ. അതാണ് യുഹ്യി വയുമീത്. യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ്, മരിപ്പിക്കുന്നത് അള്ളാഹുവാണ്. എന്നതിനർത്ഥം ഒരു ബോഡിയെ തൊടാതെ ആ റൂഹ് എടുക്കണം, ഇത് അള്ളാഹു മാത്രമേ. നിങ്ങൾ കൊല്ലാൻ പറ്റും ഒരാളെ, എങ്ങനെ? വെട്ടിക്കൊലപ്പെടുത്തി, ദേഹം വെട്ടിമുറിച്ചു, അപ്പോൾ നസീഫ് ഉണ്ടാവും, രക്തം വാർന്നൊലിക്കും. രക്തം വാർന്നൊലിച്ചാൽ റൂഹ് നിൽക്കാൻ പറ്റൂല, റൂഹ് പോകും. ഞാൻ കൊന്നു എന്ന് പറയാം, ഞാൻ മരിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറ്റൂല? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നമ്രൂദ് തർക്കിച്ചു. ഇബ്രാഹിം നബി പറഞ്ഞു, എൻ്റെ റബ്ബ് യുഹ്യി വയുമീത്, അല്ലാഹ് ഗിവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. പറഞ്ഞു, ഞാനും ഐ ക്യാൻ ഗിവ് ലൈഫ് ആൻഡ് ഡെത്ത്. അങ്ങനെ ഒരു പ്രിസണറെ കൊണ്ടുവന്നു, ഒരാളെ കൊന്നു, ഒരാളെ വെറുതെ വിട്ടു. ഞാൻ അതാ ജീവിപ്പിച്ചു, ഒരാളെ കൊന്നു, മരിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ തർക്കിക്കാൻ നിന്നില്ല. നിന്റെ റബ്ബാണ് സൂര്യനെ കിഴക്കുന്ന് കൊണ്ടുവരും, നീ കൊണ്ടുവാ പടിഞ്ഞാറുന്ന്. ഫബുഹിതല്ലദീക. എന്തുകൊണ്ട് തർക്കിച്ചില്ല എന്നറിയോ? അവൻ പൊട്ടത്തരാണ് പറഞ്ഞത്. എന്തേ? ജീവനുള്ള ഒരു മനുഷ്യനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നിട്ട് ഞാൻ മരിപ്പിച്ചു എന്ന് പറയേ? അത് മരിപ്പിക്കലല്ല. ജീവനുള്ള മനുഷ്യനെ നിർത്തിയിട്ട് അയാളുടെ ദേഹത്ത് തൊടാതെ റൂഹെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയോ? ആ നിൽക്കുന്ന മനുഷ്യനെ മരിപ്പിക്കുക എന്ന് പറഞ്ഞ ദേഹത്ത് തൊടരുത്. ആ ദേഹത്തിൽ നിന്ന് ദേഹിയെ പിടിച്ചെടുക്കാൻ ആർക്ക് കഴിയും? അള്ളാഹുവിനല്ലാതെ. ആർക്കെങ്കിലും കഴിയോ? അതുകൊണ്ടാണ് മരണവും ജീവിതവും അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെട്ടിക്കൊലപ്പെടുത്താം, അത് ബോഡി സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ. റൂഹ് നിലനിൽക്കാൻ അള്ളാഹു തആല ചില പ്രീ റിക്വിസിറ്റ്സ് അള്ളാഹുവിനുണ്ട്. ആ തീരുമാനത്തെ, ആ സംവിധാനത്തെ നമ്മൾ ബ്രേക്ക് ചെയ്തു, അപ്പോൾ റൂഹ് പുറത്തു പോകും. അത് കൊല്ലലാണ്. മരിപ്പിക്കലാണോ? മരിപ്പിക്കണമെങ്കിൽ ദേഹത്ത് തൊടാൻ പാടില്ല. കിടക്കണ മനുഷ്യന്റെ റൂഹ് നീ എടുക്ക്, അതിന് കഴിയോ? അത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ. യുഹ്യി വയുമീത്. മരണവും ജീവിതവും നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഭാര്യ പ്രസവിച്ചപ്പോൾ രക്തസ്രാവമുണ്ടായി ഹോസ്പിറ്റലിൽ മരിച്ചു എന്ന് വന്നേക്കാം, അത് അള്ളാഹുവിൻ്റെ ഖദാണ്. ഒരു ഡോക്ടർ അറിഞ്ഞുകൊണ്ടത് ചെയ്യുമോ? ആരെങ്കിലും അങ്ങനെ ഒരു പാപഭാരം ഒരു സിവിൽ കേസായി മാറിയേക്കാം, കുറ്റകരമായ ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞേക്കാം, അനാസ്ഥയാണതിന് കാരണമെന്ന് വന്നേക്കാം. അതൊക്കെ ഇവിടെ കാരണങ്ങളാണ്, അതതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ മരണം സംഭവിച്ചത് എങ്ങനെയാണ്? അള്ളാഹു നിശ്ചയിച്ചു, ഇന്ന കുഞ്ഞിൻ്റെ ജന്മം കൊടുക്കുമ്പോൾ ഈ പെണ്ണിന് ഇത്ര വയസ്സാകുമ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് അവിടെ റൂഹിനെ പിടിക്കണം. അതവിടെ നടന്നു. ഇത് വിശ്വസിക്കുന്ന മുമ്പിൽ പോയി പിന്നെ ഹോസ്പിറ്റലിൽ അടിച്ചു പൊളിക്കുമോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഖദാഉ ഖദർ എന്ന് പറഞ്ഞ സംഭവം ചെറുതല്ല, അത് ലൈഫ് പ്രോഗ്രാം. അള്ളാഹു തആല അവൻ്റെ ഇഷ്ടപ്പെടുന്ന ഡിയാറുകളിൽ അള്ളാഹു നമ്മെ ചേർത്ത് തരട്ടെ. ആമീൻ. അതുകൊണ്ട് റബ്ബിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ വളരണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ് മുഅ്മിനീങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെയാണ് അവരുടെ ജീവിതമാവേണ്ടത്. ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ. അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അങ്ങയെ നിഷേധിക്കുന്ന, ഖുർആനിനെ നിഷേധിക്കുന്ന ആളുകളോട് പറയണമേ, ഖുൽ, അവരതിൻ്റെ ഓഡിയൻസ്, ഇന്നമാ അഇദുകും ബിവാഹിദ. I ask you to do only one thing. ഒറ്റ കാര്യങ്ങൾ ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്നറിയോ? അൻ തഖൂമൂ ലില്ലാഹി മത്നാ വഫുറാദാ ثم تتفكروا. അള്ളാഹു ഇല്ലെന്ന് പറയുകയോ പടച്ചവനെ നിഷേധിക്കുകയോ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരാളോ ഒറ്റക്കോ രണ്ടാളായിട്ടോ മൂന്നാളായിട്ടോ, അള്ളാഹ് പറഞ്ഞത് 1, 2 എന്നാണ്. മത്നാ വഫുറാദ, നിങ്ങൾ ഒരാളായിട്ടോ 2 പേര് ഒരുമിച്ചോ നിങ്ങൾ നിൽക്കുക. ثم تتفكروا, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി. ഇതെങ്ങനെ ഇവിടെ വന്നു? ഈ ചെടി, ഇതിൻ്റെ ഇലകൾ, ഈ മരം, ഈ തെങ്ങ്, നമ്മുടെ വയല്, ഇവിടെ കാണുന്ന ചെറു ജീവികൾ, ഈ അന്തരീക്ഷത്തിൻ്റെ ഹ്യൂമിഡിറ്റി, ഈ രാത്രി എങ്ങനെ സംഭവിച്ചു? ഇനി നാളെ പകലുണ്ടാകുന്നു.
അതുവരേക്കും നമ്മളെ കൊണ്ട് ഭൂമി കറങ്ങുകയാണ്. 1,08,000 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ നമ്മൾ യാത്ര ചെയ്തു. 9:30 മണിക്ക് നമ്മൾ തുടങ്ങി, 10:30 മണിക്ക് തുടങ്ങിയപ്പോൾ 12 മണി, 1.5 മണിക്കൂർ കൊണ്ട് 1.5 ലക്ഷം കിലോമീറ്റർ നമ്മൾ ഭൂമിയെയും കൊണ്ട് സൂര്യന് ചുറ്റും ഓടിക്കഴിഞ്ഞു. എത്ര? 1.5 ലക്ഷം കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി ഓടുന്നത്. ഞാനും നിങ്ങളും നമ്മുടെ ഈ സ്റ്റേജൊക്കെ അടക്കം നമ്മൾ 1.5 ലക്ഷം കിലോമീറ്റർ ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഓടിയിട്ടുണ്ട്. 1.5. നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ദൂരം? ഈ ദൂരം പൂർത്തിയാകുമ്പോഴാണ് ഡിസംബർ 31 എന്ന് പറയാം. ഇത്ര സ്പീഡിൽ ഭൂമി ജനുവരി 1 മുതൽ ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സ്പീഡിൽ സൂര്യന് ചുറ്റും കറങ്ങി പൂർത്തിയായ ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോൾ നമ്മൾ പറയും ഇതാ ഡിസംബർ 31, നാളെ ന്യൂ ഇയറാ, കള്ളു പൊട്ടിക്കാന്ന് പറയും അല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയൊരു ദൃഷ്ടാന്തം പൂർത്തിയാകുന്ന സമയത്ത് അള്ളാഹ്ക്ക് തെറ്റ് ചെയ്തിട്ട് ആഘോഷിക്കുക. ഇതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്? തതഫക്കറു, നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഈ ഭൂമി, എന്താണ് ആകാശം, എന്താണ് പ്രപഞ്ചം? നമ്മുടെ കണ്ണിൽ കാണുന്ന ഈ നക്ഷത്രങ്ങളുടെ പ്രകാശം ഇപ്പം ഉണ്ടാകും. ആ നക്ഷത്രം എന്നോ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരിഞ്ഞു പോയിട്ടുണ്ടാവുന്നതാണ്. ഇപ്പം ഈ കാണുന്ന നക്ഷത്രങ്ങളുടെ ഈ പ്രകാശം കാണുന്നില്ലേ, ആ പ്രകാശം ഇപ്പം അവിടെ ഉണ്ടാവണമെന്നില്ല എന്നാണ്. എന്തേ? ആ പ്രകാശം നമ്മിലേക്ക് എത്തുന്നത് ഇപ്പോഴാണ്. അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ഡാർക്ക് മാറ്ററായി മാറിയിട്ടുണ്ടായിരിക്കാം, നമുക്ക് പോലും അറിയില്ല. ബില്യൺ കണക്കിന് നക്ഷത്ര താരസമൂഹങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ദ ഫാർദസ്റ്റ് സ്റ്റാർ, നമ്മളിൽ നിന്ന് ഏറ്റവും ദൂരെ കിടക്കുന്ന നക്ഷത്രം ഇവിടെ നിന്ന് 24 ബില്യൺ പ്രകാശവർഷം അകലെയാണ് കിടക്കുന്നത്. 24 ബില്യൺ. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 100 ലക്ഷം കൂടുമ്പോഴാണ് ഒരു ബില്യൺ ആവുക. അങ്ങനെ 24 ബില്യൺ വർഷങ്ങൾ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം ദൂരം യാത്ര ചെയ്യുന്ന പ്രകാശം ഇത്രയും കൊല്ലങ്ങൾ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരമാണ് ഈ പറഞ്ഞ 24 ബില്യൺ പ്രകാശവർഷം എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു സെക്കൻഡിൽ പ്രകാശം യാത്ര ചെയ്യുന്നത് 3 ലക്ഷം കിലോമീറ്റർ. സെക്കൻഡിൽ 2 സെക്കൻഡ് ആയപ്പോഴേക്കും 6 ലക്ഷം കിലോമീറ്റർ എത്തി. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതാ പ്രകാശത്തിന്റെ വേഗത, സൂര്യപ്രകാശത്തിന്റെ. ആ വേഗതയുള്ള സാധനം ഒരു മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ ഓടും? ഒരു സെക്കൻഡിൽ 3 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം കൊല്ലം യാത്ര ചെയ്ത് എത്ര ഉണ്ടായിരിക്കും? എത്ര കിലോമീറ്റർ ഓടും? അങ്ങനത്തെ 10 ലക്ഷമാകുമ്പോൾ 1 ബില്യൺ. അങ്ങനത്തെ 24 ബില്യൺ കൊല്ലങ്ങൾ ഈ പ്രകാശം യാത്ര ചെയ്താൽ എത്തുന്ന കിലോമീറ്റർ. അവിടെയാണ് ഇപ്പോൾ കണ്ട അവസാനത്തെ നക്ഷത്രം കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഇനിയുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഈ കണ്ട ലോകമൊന്നാകെ ഈ പ്രപഞ്ചത്തിന്റെ 4% ആയിട്ടുള്ളൂ. നീ 96% കണ്ടുപിടിക്കാനാണ്. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? സുമ്മ തതഫക്കറു, നിങ്ങൾ എന്താണ് സയൻസ് പഠിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ ആസ്ട്രോണമി പഠിക്കുന്നില്ല? അപ്പോൾ ആസ്ട്രോളജിയാ നോക്കല്, അങ്ങനെ ശകുനം നോക്കുക, രാശി നോക്കുക. ഹറാമാണ്, നമുക്ക് പാടില്ലത്. ഇസ്ലാമെന്ന് പുറത്തു പോകും. എൻ്റെ രാശി ഏതാ, ഞാൻ ഏത് നാളിലാണ് ജനിച്ചത്, എൻ്റെ നക്ഷത്ര വാരഫലം വായിച്ചു, വെറുതെ വായിച്ചാൽ 40 ദിവസത്തെ നിസ്കാരം നോമ്പ് അല്ലാഹ് സ്വീകരിക്കൂല. അതെങ്ങാനും വിശ്വസിച്ചു എൻ്റെ രാശി ഇന്നതാണ് എന്ന് നക്ഷത്ര വാരഫലം വായിക്കുകയോ ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തു പോയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ദീനിൽ നിന്ന് അവർ പുറത്തുപോയി എന്നാണ്. പഠിക്കേണ്ടത് ആസ്ട്രോണമിയാണ്, ആസ്ട്രോളജി അല്ല. ആസ്ട്രോളജി അന്ധവിശ്വാസമാണ്. ആസ്ട്രോണമി സ്പേസ് സയൻസ് ആണ്, ആകാശലോകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. സോളജി പഠിക്കണം, ബോട്ടണിയും കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കണം. ഭൂമിയെക്കുറിച്ചുള്ള പഠനം നടക്കണം. ഭൂമിയെക്കുറിച്ചുള്ള, ഭൂമിയുടെ ഭൂഗർഭ വസ്തുക്കളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, ജിയോളജി പഠിക്കണം, ജിയോഗ്രഫി പഠിക്കണം. ഇതൊക്കെ പഠിക്കുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാവും. ഇതൊക്കെ വെറുതെ ഉണ്ടാവോ? ഉണ്ടാവില്ല, തീർച്ചയാണ്. ഞാനിവിടെ മൈക്കിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഈ മൈക്കിലൂടെ കടന്നു വന്ന് സ്പീക്കറിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതിന് എത്രയായിരം ടെക്നോളജിയുടെ സഹായം ആവശ്യമായി വന്നിട്ടുണ്ട്. ഈ ഇലക്ട്രിസിറ്റി, ഈ സാധനം ഇൻവെന്റ് ചെയ്യണം. സൗണ്ട് വേവുകളുടെ പ്രവർത്തനങ്ങളെ പഠിക്കണം. അത് ഈ ക്ലാരിറ്റിയിൽ കിട്ടണം. അതിനാവശ്യമായ മോണിറ്ററുകൾ, ആംപ്ലിഫയറുകൾ, അതിൻ്റെ ഓപ്പറേറ്റർമാർ വർക്ക് ചെയ്യണം. ഇതൊക്കെ നിസ്സാരമാണോ നമ്മൾ വിചാരിക്കുന്നതൊക്കെ? നമ്മുടെ കൈ നിസ്സാരമാണോ? നമ്മുടെ മൊബൈൽ ഫോൺ. ഈ സീറ്റിലിരിക്കുന്ന ഒരാൾ, ഇപ്പം ഇവിടെ മമ്മിച്ചിരിക്കുന്നുണ്ട്, അവിടെ മാണിക്കോത്ത മമ്മിച്ചിരിക്കുന്നുണ്ട്, നമ്മുടെ കാഞ്ഞങ്ങാട്ട മമ്മിച്ച. 2 മമ്മിച്ചന്മാർ ഫോൺ എടുത്തിട്ട് ഒരാൾ അടുത്ത ആളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ ഈ ഫോൺ, ഈ മൊബൈലിൽ ഈ ഒരു 2 മീറ്റർ ദൂരമല്ല യാത്ര ചെയ്യുന്നത്.
10,000-കണക്കിന് കിലോമീറ്റർ ആകാശത്തേക്ക് സാറ്റലൈറ്റിലേക്ക് ഇത് പോകണം. ഇതിന്റെ സിഗ്നൽ, ഇതിന്റെ റിസീവർ ഇവിടെ എടുക്കണം. ആ റിസീവറിൽ നിന്ന് സാറ്റലൈറ്റിൽ പോകണം. സാറ്റലൈറ്റിൽ നിന്ന് ഏത് നമ്പറിലാണ് വന്നത് അതിന്റെ കൃത്യമായ ഫ്രീക്വൻസി മനസ്സിലാക്കി ഇതിനാവശ്യമായ ടവറിലേക്ക് സാറ്റലൈറ്റിൽ നിന്നും സിഗ്നൽ ഇവിടുത്തെ റിസീവറിൽ കിട്ടണം. എന്നിട്ട് ആ പറഞ്ഞ ആളെ മൊബൈലിലേക്ക് വരണം. ഇതൊക്കെ നടക്കുന്നത് മൈക്രോ സെക്കൻഡ് കൊണ്ടാണ്. ഇപ്പോൾ വിളിച്ച അവിടെ താഴെ വീട്ടിൽ നിന്ന് താഴെ ഇരിക്കുന്ന വാപ്പ മേലെ ഇരിക്കുന്ന മോളെ വിളിക്കുന്ന ഫോണിൽ വിചാരിക്കും എത്ര ആകെ 5 മീറ്റർ നടന്നിട്ടുണ്ടാവുള്ളൂ ഫോൺ യാത്ര ചെയ്ത്. ഫോൺ സിഗ്നൽ യാത്ര ചെയ്തത് 10,000-കണക്കിന് കിലോമീറ്ററാണ്. 10,000-കണക്കിന് കിലോമീറ്ററാണ്. എന്നിട്ടേ വരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയല്ല കണക്ഷൻ, മേലേക്ക് പോയിട്ടാണ് കണക്ഷൻ വരുന്നത്. ഇതൊക്കെ നിസ്സാരമാണോ? അൻത തഫക്കറു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും സംവിധാനിക്കാനുമുള്ള ബുദ്ധിയും ബ്രെയിനും ഒരു കുരങ്ങിൽ നിന്ന് ചിമ്പാൻസിയിൽ നിന്ന് പരിണാമം സിദ്ധിച്ചു എന്ന് പറയുന്ന മനുഷ്യ ബ്രെയിൻ, മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഈ സിദ്ധാന്തം? കുരങ്ങിന്റെ ബുദ്ധിയാണ് ഇങ്ങനെ മാറി മറിഞ്ഞതെന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര കുരങ്ങന്മാർക്ക് ബുദ്ധി വേണം? ഏതെങ്കിലും ഒരു ചിമ്പാൻസി ഇങ്ങനെ ഒരു ബ്രെയിൻ എക്സലൻസ് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യന്റെ ബുദ്ധി ഒന്ന് വേറെയാണ്. മനുഷ്യനെ മനുഷ്യനായി പടച്ചോൻ പടച്ചു. പരിണാമങ്ങൾ വേറെ ജീവികൾ നടന്നിരിക്കാം, നമുക്ക് നിഷേധിക്കാനും അത് അവകാശപ്പെടാനും കഴിയില്ല. ആവാം, ഇറ്റ്സ് എ പോസിബിലിറ്റി, മേ ഓർ മേ നോട്ട് ബി. പക്ഷെ മനുഷ്യനായിട്ടാണ് അല്ലാഹു മനുഷ്യനെ പടച്ചത്. ആദം നബി അലൈഹിസ്സലാം ഖലഖല്ലാഹു ആദമ അലാ സൂറതിഹി. ആദം നബി അലൈഹിസ്സലാമിന്റെ അതേ രൂപത്തിലാണ് ആദം നബിയെ പടച്ചത്. എങ്ങനെയല്ല, ഒരു മൃഗത്തിന്റെ കോലത്ത് നിന്ന് മാറ്റിയതല്ല, ഒരു കുട്ടിയായി വലുതായതല്ല. ആദം അലൈഹിസ്സലാമിന്റെ 60 മുഴമുള്ള നീളം, ഹൈറ്റും വെയിറ്റും മഹാനവറുകൾക്ക് നൽകിയ ചിന്തിക്കാനും സംസാരിക്കാനും the ability to articulate, ഇതൊക്കെ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോഴേ അല്ലാഹു കൊടുത്തതാ. മനുഷ്യൻ ഭാഷയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടില്ല. മനുഷ്യൻ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നറിയാതെ, ഭാഷയില്ലാതെ ആംഗ്യഭാഷ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ ഹൈപ്പോത്തസിസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു. ഓക്കെ, എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരും. പക്ഷേ ഹ്യൂമൻ ലോജിക്ക് അത് അംഗീകരിക്കുന്നില്ല. സത്യസന്ധരായ സയന്റിസ്റ്റുകൾ അത് അംഗീകരിക്കുന്നില്ല. ചാൾസ് ഡാർവിന് തെറ്റുപറ്റി എന്നവർ പറയുന്നു. മിസ്സിംഗ് ലിങ്ക്സ് അവിടെ ലഭ്യമാണ്. അദ്ദേഹം പോയ ആ ഒരു മരുഭൂമിയിലെ അല്ലെങ്കിൽ ഐലൻഡിലെ പ്രത്യേകമായ ചില ജീവജാലങ്ങളിൽ ഇത് സത്യമായിരിക്കാം. പക്ഷേ എല്ലാ ജീവികളും പരിണമിച്ച